എല്ലാം ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തലയിൽ കെട്ടിവെക്കുന്ന ഒരു പ്രവണതയും എന്തല്ല, അതാര് ചെയ്താലും ശരിയല്ല. അപ്പോൾ CPM കുറച്ചായിട്ട് ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയം കേരളത്തിൽ വിവാദമായി വന്നു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഇവരാണ്. പാലക്കാട് അത് അവസാനം എത്തി നിൽക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയമാണ്. അവിടെ ജയിച്ചതടക്കം എന്താണ്, ഇവരെ വോട്ട് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പൊ ഈ വിഷയത്തിൽ എന്താണ് തുടക്കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ആയാൽ ഇനി ഇവരെ പറ്റി ഉള്ളത് പറഞ്ഞാലും ജനം വിശ്വസിക്കൂല. അതാണ് ഉണ്ടാകുക. അതെല്ലാ സമയത്തും എന്താണ്, പണ്ട് പുലി വരുന്നേന്ന് പറഞ്ഞ് കരഞ്ഞ ആട്ടിടേന്റെ ഒരു കഥ ഉണ്ട്. യഥാർത്ഥത്തിൽ പുലി വന്നപ്പോൾ എന്ത് ചെയ്തില്ല, ആരും സംരക്ഷിക്കാൻ പോയില്ല. ഇതേപോലെ ഇവരാരെങ്കിലും തെറ്റായ രാശയോ കാര്യങ്ങളോ ഇടപെടലോ കാര്യങ്ങളോ ശരിക്കും നടത്തി കഴിഞ്ഞാൽ അതിനി CPM പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, അത് ഇടക്കിടക്ക് പറയണതാണ്. അപ്പൊ അതെന്താവും, പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാകുന്ന ഒരു ശരിയായ നിലപാടല്ല. പിന്നെ ഇത്തരം വിഷയം വിവാദമാകുന്നതിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള എലമെന്റ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അത് നമ്മളിതിൽ കണ്ടു പോകേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ മോഹൻമാഷ് ആദ്യം പറഞ്ഞ് പിന്നെ മാറ്റി പറയുമ്പോൾ ആണ് അതിന്റെ ആംഗിൾ അദ്ദേഹം മാറ്റുന്നത്. ആദ്യത്തെ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തുടങ്ങി വെച്ചത് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് മുസ്ലിമാണ്. ഇത് മൊത്തത്തിൽ മലപ്പുറം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇതിന് കൂടുതൽ സംവിധാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സാധനം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു വെച്ചത്. ജമാഅത്തെ ഇസ്ലാമിന് പോപ്പുലർ ഫ്രണ്ടിനെ ഒക്കെ കൊണ്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പറഞ്ഞു വെച്ചത്. അപ്പൊ ആ രീതിയിൽ പിന്നെ പറഞ്ഞപ്പോൾ എന്താക്കി, ഇത് ഇസ്ലാമോഫോബിക്കിന്റെ ഭാഗമാണ് എന്നുള്ള മൊത്തത്തിലുള്ള ചർച്ചയും ട്രെൻഡും വന്നപ്പോൾ തിരുത്തിയപ്പോൾ പിന്നെ അതിൽ ആരെയും കൂടിയും കൂട്ടി, സംഘപരിവാറിനെയും കൂട്ടി. അതൊരു ബാലൻസിങ് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഈ ഇസ്ലാമോഫോബിക്കിന്റെ എലമെന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിവാദം ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് അത് തന്നെയാണ്. മാത്രമല്ല, അത് ചെയ്തതോടുകൂടി ഇതിന് കേരളത്തിൽ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ അതിനെ ഉത്തരേന്ത്യയിൽ വേറെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അത് ഏത് വിഷയവും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വയനാട്ടില് മുസ്ലിം ലീഗിന്റെ കൊടി എവിടെ എത്തിയപ്പോൾ എന്തായി, പാകിസ്ഥാന്റെ കൊടിയായി. അങ്ങനെ എന്തും കേരളത്തിൽ നടക്കുന്ന ഏതൊരു സാധനത്തിനെയും സംഘപരിവാറും ടീമും അവിടെ അവർക്ക് പറ്റുന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ എറിഞ്ഞു കൊടുക്കുന്ന പണി ആരെടുക്കാൻ പാടില്ല, ഇടതുപക്ഷത്തെ പോലെ ഒരു സംവിധാനം ചെയ്യാൻ പാടില്ല. ആ പണി ഇവിടെ എടുക്കുന്നുണ്ട്. അതിപ്പോ വാട്സപ്പിലും ഫേസ്ബുക്ക് ട്വിറ്ററിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഇപ്പൊ എന്താണ്, മുസ്ലിം ആളുകളൊക്കെ കൂടിയിട്ട് ഈ രീതിയിൽ സംവിധാനം തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ള സംഭവമായി അവരതിന് പറ്റുന്ന രീതിയിൽ എത്തിക്കാൻ തുടങ്ങി ഒക്കെ സംഭവിച്ചു. അപ്പൊ അതിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കണ്ടന്റ് അതിൽ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഇമ്പാക്ട് ഇവിടെ ഉണ്ടായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയില്ല.